എഡൽവൈസ് ഫിനാൻസ് സർവീസ് അവരുടെ ബോണ്ട്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന 10.1%. ടെന്യർ വരുന്ന 10 വർഷത്തേക്കാണ്. ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്ന ആനുവലിയാണ്, വർഷത്തിലാണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത്. കമ്പനിയെക്കുറിച്ച് നോക്കുവാണെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1995-ലാണ്. അവർ തുടക്കത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഫേം മാത്രമായിരുന്നു. അതിനുശേഷമാണ് അവരുടെ സർവീസ് എക്സ്പാൻഡ് ചെയ്തത്. ഇപ്പോൾ അവർ റീറ്റെയിൽ ആൻഡ് കോർപ്പറേറ്റ് ക്രെഡിറ്റും മ്യൂച്വൽ ഫണ്ടും ഓൾട്ടർനേറ്റീവ് അസറ്റ് മാനേജ്മെന്റും അസറ്റ് റീകൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ക്ലയൻസിനെ നോക്കുവാണെങ്കിൽ കോർപ്പറേറ്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഹൈ നെറ്റ്വർത്ത് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസുമാണ്. കമ്പനിക്ക് 252 ഓഫീസുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അതുപോലെ ഇന്ത്യക്ക് പുറത്ത് ഇന്റർനാഷണലി 3 ഓഫീസുകളുമാണുള്ളത്. ബോണ്ട് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ IPO ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് December 5-നായിരുന്നു. IPO ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് December 18-നാണ്. അലോട്ട്മെന്റ് ഡേറ്റ് വരുന്നത് December 22-നാണ്. ഫേസ് വാല്യൂ വരുന്നത് 1000 രൂപയാണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 10,000 രൂപയാണ്. IPO സൈസ് അതായത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന 125 കോടിക്കാണ്. അതുപോലെ ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് December 23-നാണ്. ഇപ്പം നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ക്രിസിൽ റേറ്റിംഗ്. കമ്പനിയുടെ ക്രിസിൽ റേറ്റിംഗ് എത്രയാണ്? A+ ആണ് വരുന്നത്. ഇവിടെ ലോ റിസ്ക് ആണ്. ഇപ്പം നമ്മൾ നേരത്തെ നോക്കിയ KLM ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഈ കമ്പനിയിൽ നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിസ്ക് കമ്പാരിറ്റീവ്ലി ചെറിയ രീതിയിൽ കുറവാണ്. നമ്മളിപ്പോൾ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അറ്റ് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് 20,100 രൂപ കിട്ടും. അതായത് മന്ത്ലി നമുക്കൊരു 84 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കും. 4 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എമൗണ്ട് തന്നിരിക്കുന്നത് മില്യണിലാണ്. ഇപ്പം ഞാൻ പ്രസന്റ് ചെയ്യുന്നത് കോടിയിലാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോക്കുവാണെങ്കിൽ 2022 6,819 കോടിയായിരുന്നു. അത് 2023 ആയപ്പോഴത്തേനും 8,481 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2024 കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് 9,314 കോടിയാണ്. അത് 2025 ആയപ്പോഴത്തേനും 9,881 കോടിയായിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. കമ്പനിയുടെ 2022 നെറ്റ് പ്രോഫിറ്റ് നോക്കുവാണ് 212 കോടിയാണ്. ഇത് 2023 ആയപ്പോഴത്തേനോ 405 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2024 കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 528 കോടിയാണ്. അത് 2025 ആയപ്പോഴത്തേനും 535 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഇയർ ടു ഇയർ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. 2022 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ EPS ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 2.11 പൈസയാണ്. അത് 2023 ആയപ്പോഴത്തേനും 3.83 പൈസയായിട്ട് കൂടിയിട്ടുണ്ട്. 2024 കമ്പനിയുടെ EPS ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 4.68 പൈസയാണ്. അത് 2025 ആയപ്പോഴത്തേനും 5.89 പൈസയായിട്ട് കൂടിയിട്ടുണ്ട്. കമ്പനിയുടെ EPSും ഇയർ ടു ഇയർ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ 2022 5,592 കോടിയായിരുന്നു. അത് 2023 ആയപ്പോഴത്തേനും 1,719 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2024 കമ്പനിയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 2,893 കോടിയാണ്. അത് 2025 ആയപ്പോഴത്തേനും 2,051 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ മെറിറ്റ്സ് നോക്കുവാണെങ്കിൽ കമ്പനി അവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ നിന്നാണ്, മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകളിൽ നിന്നാണ്. അപ്പം നമ്മൾ ആദ്യം കമ്പനിയുടെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അത് ഓൾറെഡി പറഞ്ഞതാണ്. കമ്പനിക്ക് ഇന്ത്യയിൽ തന്നെ 252 ഓഫീസുകളാണുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ഇന്റർനാഷണൽ ആയിട്ട് 3 ഓഫീസുകളുമാണുള്ളത്. അതിന്റെ CRAR നോക്കുവാണ്, അതായത് ക്യാപിറ്റൽ ടു റിസ്ക് വെയിറ്റ് അസറ്റ് റേഷ്യോ നോക്കുവാണെങ്കിൽ 15% ആണ് വരുന്നത്. ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 9 തൊട്ട് 12% വരെയാണ്. കമ്പനിക്ക് ഇത് കൂടുതലാണ്. അതിന്റെ സൈൻ എന്താണ്? കമ്പനി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. അതുപോലെ ഗ്രോത്ത് കപ്പാസിറ്റിയും ഉണ്ട്. കമ്പനി അവർ ഫണ്ട് റേസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നാണ്. അതായത് റിഡീമബിൾ NCDs, കൊമേഴ്ഷ്യൽ പേപ്പർ, ബാങ്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി, അതുപോലെ ബാങ്കുകളായ നാഷണൽ ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെയാണ് അവരുടെ ഫണ്ട് റേസ് ചെയ്യുന്നത്. കമ്പനിയുടെ ഒരു 4 വർഷത്തെ NPA നോക്കുവാണ്. NPA എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് 2.31%. കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം NPA എന്ന് പറഞ്ഞാൽ ഇപ്പം കമ്പനി ഒരു ലോൺ കൊടുത്തു, അപ്പം ആ ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റ് ഒരു 90 ദിവസത്തിൽ കൂടുതലായിട്ട് അടയ്ക്കാത്തവരുടെ ഒരു പെർസെൻറ്റേജ് ആണ് ഇത് പറയുന്നത്. കമ്പാരിറ്റീവ്ലി കമ്പനിക്ക് കുറവാണ്. ഇപ്പം ഡീമെറിറ്റ്സ് നോക്കുവാണെങ്കിൽ കമ്പനിയുടെ ഓപ്പറേഷൻസ് വളരെയധികം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. പല നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസും അതുപോലെ ബാങ്കിങ് കമ്പനീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ക്ലയന്റ് ബേസ് നോക്കുവാണെങ്കിൽ മൈക്രോ സ്മോൾ എന്റർപ്രൈസും അതുപോലെ കോർപ്പറേറ്റും ഇൻഡിവിജ്വൽസും ഒക്കെയാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി കമ്പനി പ്രോപ്പർട്ടീസ് ഒക്കെ കൊളാട്രലായിട്ട് വാങ്ങിച്ചിട്ടൊക്കെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം റിയൽ എസ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും അത് കമ്പനിയെ എഫക്റ്റ് ചെയ്യുന്നതാണ്.
അതുപോലെ ഇപ്പം നാച്ചുറൽ കലാമിറ്റീസ് ആയ എർത്തിക്വക്ക് ഫ്ലഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവർ തിരിച്ചടക്കുന്നത് കുറയും. അപ്പം കമ്പനിയുടെ നോൺ പെർഫോമിംഗ് അസറ്റ് NPA കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കമ്പനിക്ക് ഒരു കണ്ടിജന്റ് ലൈബിലിറ്റി ആയിട്ട് ഒരു 235 കോടി ഉണ്ട്. അതായത് അത് മേ ഓർ മേ നോട്ട് കാപ്പിന് ഒന്നെങ്കിൽ അത് ലൈബിലിറ്റി ആകാം, ലൈബിലിറ്റി ആകാതിരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആർക്കെങ്കിലും ഗ്യാരണ്ടിയർ ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കും. അതായത് സബ്സിഡറി കമ്പനിയോ വേറെ ഏതെങ്കിലും കമ്പനി ലോൺ എടുക്കുന്ന സമയത്ത് കമ്പനി ഗ്യാരണ്ടിയർ ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കമ്പനി എന്തെങ്കിലും ഡീഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ അത് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. കമ്പനിക്ക് കടമായിട്ട് ഒരു 3502 കോടിയുണ്ട്. അപ്പോൾ ആ കടം റീപേയ്മെന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കമ്പനി ഡീഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ ഗ്രോത്തിനെ അത് ബാധിക്കുന്നതാണ്. കമ്പനി നമ്മൾ ഓവറോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ക്രിസിൽ റേറ്റിംഗ് വരുന്നത് A+ ആണ്. ഒരു ലോ റിസ്ക് ആണ് വരുന്നത്. നമ്മൾ കമ്പാരിറ്റീവ് നമ്മൾ നേരത്തെ ചെയ്ത KLM ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നോക്കുമ്പോഴത്തേനും ലോ റിസ്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ CRAR കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുപോലെ നോൺ പെർഫോമിംഗ് അസറ്റ് NPA എന്ന് പറയുന്നത് കമ്പനിക്ക് കുറവാണ്. അപ്പോൾ നമ്മൾ 4 വർഷത്തെ ഡേറ്റ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ടു ഇയർ ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ EPS ആണെങ്കിൽ നമുക്കൊരു ഇയർ ടു ഇയർ ഗ്രോത്ത് കാണാൻ സാധിക്കും. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 4 വർഷത്തെ നോക്കുവാണെങ്കിൽ 2022, 2023, 2024 കൂടിക്കൂടിയാണ് വരുന്നത്. പക്ഷേ 2025 ആയപ്പോഴത്തേനും റവന്യൂ ഫ്രം ഓപ്പറേഷൻ കുറച്ച് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി പിന്നെ കണ്ടതാണ് കമ്പനിക്ക് ഒരു 235 കോടി കണ്ടിജന്റ് ലൈബിലിറ്റി വരുന്നുണ്ട്. അത് ഒരു മേ ഓർ മേ നോട്ട് ഹാപ്പൻഡ് ആണ്. അതുപോലെ തന്നെ ഒരു 3502 കോടി അവർക്ക് കടവും വരുന്നുണ്ട്. കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കുവാണെങ്കിൽ 2025, 2026 ഫിനാൻഷ്യൽ, അതായത് സെപ്റ്റംബർ വരെ നോക്കുമ്പോഴത്തേനും അവരുടെ ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ്. അതിന് മുമ്പുള്ള 4 വർഷം കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ചെയ്ത KLM ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കമ്പനിയുടെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഹൈ റിസ്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു ലോ റിസ്ക് തന്നെയാണ് വരുന്നത്. അപ്പം ഒരിക്കലും ഞാൻ ഈ വീഡിയോ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്.